ശ്രീജയ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ് ഈ റോഡിൽ ഹൈവേയിൽ യുവതിയെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ ആ ഇറക്കി വിട്ട ആളുകൾ ചെയ്യുന്നത് ആ ഹൈവേയിൽ നിന്ന് കോണി വെച്ച് താഴേക്കുള്ള റോഡിലേക്ക് ഇറങ്ങുന്നതാണ്. അത് വളരെ ഭയങ്കര ദുരിതമാണ് അവർ അനുഭവിക്കുന്നത്. അതിനെതിരെ നേരത്തെ തന്നെ നിരവധി പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ ബസ് ഉടമകളൊന്നും ഒരു ശരിയായ നടപടി, അതിൽ യാത്രക്കാർക്ക് അനുകൂലമായ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. അവരിപ്പോഴും ഹൈവേയിൽ ഇറങ്ങുക, പിന്നെ താഴേക്ക് കോണി വെച്ച് താഴെയുള്ള റോഡിലേക്ക് ഇറങ്ങി അങ്ങനെയാണ് അവർ വീടുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഒക്കെ ഉയർന്നു വന്നിട്ടുമുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. തിക്കോടിയിൽ യുവതിയെ ഹൈവേയിൽ ഇറക്കിവിട്ട സംഭവത്തിൽ സ്വകാര്യ ബസ്സിനെതിരെ നടപടി സ്വീകരിക്കും. കൃതിക ബസ്സിനെതിരെയാണ് നടപടിക്ക് ശുപാർശ നൽകിയത്. ബസ്സിൽ യാത്ര ചെയ്ത യുവതിയെ രാത്രി നാഷണൽ ഹൈവേയിൽ ഇറക്കിവിട്ട സംഭവത്തെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്കുള്ള ബസ്സിൽ കയറിയ യുവതിയെ രാത്രി കൃതിക ബസിന്റെ ജീവനക്കാർ നാഷണൽ ഹൈവേയിൽ ഇറക്കിവിട്ടത്. ഒറ്റയ്ക്ക് ഹൈവേയിലൂടെ നടക്കുന്ന യുവതിയെ കോണി ഉപയോഗിച്ചാണ് പ്രദേശവാസികൾ സർവീസ് റോഡിലേക്ക് ഇറക്കിയത്. നാഷണൽ ഹൈവേയിൽ നിന്നും സർവീസ് റോഡിലേക്ക് എത്താൻ റോഡ് മാർഗം 1 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കണം. ഇതോടെയാണ് യുവതിയെ പ്രദേശവാസികൾ കോണി ഉപയോഗിച്ച് സർവീസ് റോഡിലേക്ക് ഇറക്കിയത്. രാത്രി 8 മണിക്ക് ഇതിൻ്റെ മേലെ ഇറക്കി വിടുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞത് ഇവിടെ ഇറക്കി വിടാനേ പറ്റുമെന്ന്, താഴെക്കൂടി പോവില്ല, ഇവിടെ ഇറക്കി. അപ്പോൾ കുട്ടി അറിയുന്നില്ല ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇതിൻ്റെ മേലെ കുടുങ്ങിപ്പോയി താഴെ കറങ്ങണമെങ്കിൽ 1 കിലോമീറ്റർ നടന്നു പോകണം. ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പോകണം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഹണി ബേക്കറിൻ്റെ ഉടമസ്ഥ ധീരജും മറ്റ് 2-3 ആൾക്കാർ കൂടിയിട്ടാണ് വേണി വെച്ചിട്ട് താഴെ ഇറക്കുന്നത്. ആ സമയത്ത് ഞാനിവിടെ ബേക്കറിയിൽ ചായ അടിക്കുന്നു. സർവീസ് റോഡിലൂടെ പോകേണ്ട ബസ്സുകൾ സ്ഥിരമായി നാഷണൽ ഹൈവേയിലൂടെ പോകുന്നതും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ കുട്ടിയെ ഏണി വെച്ച് ഇറക്കിയ ശേഷം വീണ്ടും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ബസ്സറി എൻ്റെ മേലെ തന്നെ പോയിട്ട് 3 ആളെ എൻ്റെ മേലെ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ വീട് എൻ്റെ അടുത്തുണ്ട്, എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഇത് സ്ഥിരം പതിവായത്, തിക്കോടി നടക്കുന്നത് സ്ഥിരം പതിവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കൃതിക ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനും പിഴ ഈടാക്കാനും പയ്യോളി പോലീസ് RTOയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ബസ്സുകാരുടെ നടപടിയെ തുടർന്ന് യുവതി പയ്യോളി പോലീസിൽ പരാതി നൽകിയിരുന്നു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബസ്സിനെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് RTOയ്ക്ക് പോലീസ് റിപ്പോർട്ട് നൽകിയത്. ദേശീയപാത വികസിച്ചപ്പോൾ ഏറെ പ്രതിസന്ധിയിലായത് ഈ പ്രദേശവാസികളാണ്. സർവീസ് റോഡിൽ ഈ ബസ്സുകൾ നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സജി തറയിലിനൊപ്പം അനഘ റീജാഭരതൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.